ക്ഷീണിതനായ രവി എന്ന യാത്രക്കാരൻ വെയിലുള്ള ഒരു ഉച്ചയ്ക്ക് ശാന്തമായ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. വിശന്നും വഴിതെറ്റിയും അലഞ്ഞു നടന്ന അവൻ ഒടുവിൽ പൂത്തുനിൽക്കുന്ന ജമന്തി ചെടികളുള്ള ഒരു ചെറിയ വീട് കണ്ടു. നരച്ച മുടിയും ദയവുള്ള കണ്ണുകളുമുള്ള ഒരമ്മൂമ്മ അവനെ വിളിച്ചു. "അകത്തേക്ക് വരൂ മോനെ." അവരുടെ പേര് സുലോചനാമ്മ എന്നായിരുന്നു. വിസ്കേഴ്സ് എന്ന ചാരനിറക്കാരൻ പൂച്ചയോടൊപ്പമായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവന്റെ ക്ഷീണം കണ്ടിട്ട് അവർ അവനോട് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും പറഞ്ഞു. അവർ സ്നേഹത്തോടെ പാചകം ചെയ്തപ്പോൾ അടുത്തുളയിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണം നിറഞ്ഞു. അവർ ചൂടുള്ള ചോറ്, സാമ്പാർ, ഉപ്പേരി, മാങ്ങാ അച്ചാർ, തണുത്ത മോര് എന്നിവ വിളമ്പി. ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി സ്വന്തം വീട്ടിലെത്തിയതുപോലെ തോന്നി. രവി സന്തോഷത്തോടെ ആഹാരം കഴിച്ചു. സുലോചനാമ്മ അവന്റെ അരികിലിരുന്ന് ഗ്രാമത്തെക്കുറിച്ചും തന്റെ ചെറുപ്പകാലത്തെക്കുറിച്ചുമുള്ള കഥകൾ പറഞ്ഞുകൊടുത്തു. ശാന്തമായ ആ ഉച്ചതിരിഞ്ഞ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു വിസ്കേഴ്സ് വാതിലിനരികിൽ കിടന്ന് കുറുകി. പിറ്റേന്ന് രാവിലെ നിറഞ്ഞ മനസ്സോടും നന്ദിയുള്ള പുഞ്ചിരിയോടും കൂടി രവി യാത്രയായി. സുലോചനാമ്മയുടെ ആ ദയ താൻ ഒരിക്കലും മറക്കില്ലെന്ന് അവനറിയാമായിരുന്നു. ഗുണപാഠം: ദയയുടെ ഒരു ചെറിയ പ്രവൃത്തിക്ക് ഒരപരിചിതനെ പോലും സ്വന്തം വീട്ടിലാണെന്ന് തോന്നിപ്പിക്കാൻ കഴിയും.